ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് അമേസിംഗ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേസ് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ വെഡ്ഡിങ് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹൽദി വ്ളോഗ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെഡ്ഡിങ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ എറണാകുളത്ത് വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അവിടെ വരെ നമുക്ക് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നേരത്തെ ഇറങ്ങണം. അപ്പോൾ സമയം വന്നിട്ട് 5:43 ആയിട്ടുണ്ട്. ഞങ്ങളൊരു 6 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് അവിടെ പോയിട്ട് ട്രാവലറിലോ ബസ്സിലോ എന്തിലായിട്ടാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ മുഖത്തുള്ള കാര്യങ്ങളൊക്കെ. ഗ്രൂം ഇട്ടാലോ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം നേരത്തെ ഒരുങ്ങണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട്. എങ്ങനെയുണ്ടെന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. ഞാനിപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനത്തേന്നൊക്കെ ഉള്ളത്. അപ്പോൾ അനുവിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു 5:30 ആകുമ്പോഴേക്കും എൻ്റെ റെഡി ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്നത് ചെക്കൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ബസ്സൊക്കെ കയറുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ലാസ്റ്റ് സീറ്റിലാണ് കയറി നിന്നത് കേട്ടോ. ആ ലാസ്റ്റ് സീറ്റിൽ നിന്നിട്ട് ഞങ്ങൾ ഫുള്ള് ചില്ലിങ് ആയിരുന്നു ഗൈസ്. ഒന്നുമില്ല, ഞങ്ങളെന്തായാലും ഇപ്പം തന്നെ തുള്ളിയിട്ട് പോകണില്ല വിചാരിച്ചു. കാരണം ഡ്രസ്സാകെ കൊളാവും. എന്തായാലും 3 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ആ സമയത്ത് വളരെയധികം ഡ്രസ്സ് എന്തായാലും കൊളായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പോൾ ഞങ്ങളൊന്നും വേണ്ട വിചാരിച്ചു. അപ്പോൾ വന്ന് പറയണൊക്കെ ഉണ്ട്, കളിക്കി ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിപ്പായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പൊളിച്ചടുക്കി. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഉറങ്ങൂല എന്നുള്ളൊരു സെറ്റപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങുന്നവരൊക്കെ പിച്ചിനുള്ളിൽ എണിപ്പിക്കുകയായിരുന്നു. പിന്നെ പകുതി എത്തിയപ്പോൾ നല്ല മഴയായി ഗ്യാസ്. അപ്പോൾ ഗ്ലാസ്സൊക്കെ നിൽക്കിയിട്ട് ഞങ്ങൾ തന്നെ ഇരുന്നു. പിന്നെ അവിടേക്ക് ഞങ്ങൾ വളരെയധികം ക്ഷീണിതനായി എത്തി. ആകെ മുഖത്തിട്ടതും ശരി മുടിയായാലും ശരി ആകെ കൊള്ളായിട്ട് ഞങ്ങൾ എത്തിയിട്ട് അങ്ങനെ ചെക്കനെ ആനയിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. ജ്യൂസ് എന്തൊക്കെ ഉണ്ടായിരുന്നു? വാട്ടർ മെലൺ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ, അങ്ങനെയുള്ള ജ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെ 2-3 ജ്യൂസൊക്കെ ഞങ്ങൾ വാങ്ങി കുടിച്ചു. പിന്നെ സ്റ്റേജിൻ്റെ കാര്യം പറയാച്ചാൽ പൊളിയായിരുന്നു ഗായ്സ്. നല്ല ഡെക്കറേഷൻ, ഓവർ ഫിൽഡ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതും കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ചെക്കനെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം പെണ്ണിനെ മെല്ലെ കൊണ്ടുവരികയാണ്. പെണ്ണിന് വന്നിട്ട് നല്ല സിൽവർ സാരി ആയിരുന്നു ഉണ്ടായിരുന്നത്, സിൽവർ ടൈപ്പ് സാരി, ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെ തന്നെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെല്ലെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം കാണാം. ഒട്ടും വൈകാതെ നമ്മുടെ ചെക്കനെ സ്റ്റേജിലേക്ക് കയറ്റി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞാനും സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ എൻ്റെ കോലം ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ എങ്ങനെ വന്ന ആളാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉള്ളതല്ലേ. അങ്ങനെ അതിനുശേഷം താലി എങ്ങനെ കെട്ടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. വളരെയധികം ഉത്സാഹത്തോടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന അപ്പൊന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏട്ടൻ ചോദിക്കുന്നുണ്ട്, ഇനി കെട്ടട്ടെ എന്ന്. ഇനി അപ്പോൾ എന്താ അങ്ങോട്ട് കെട്ടിക്കോ എന്നുള്ള മറുപടി മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏട്ടനത് അങ്ങനെ കെട്ടി. ഞങ്ങളുടെ 2 മാസത്തെ ഒരുക്കം ഇവിടത്തോടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഏട്ടൻ കെട്ടിയ ആ സമയത്ത് ചേച്ചി കുറച്ച് ഇമോഷണലും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് കരയൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മുടെ തുളസിമാല കൊടുക്കുക. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലോ, മാലയ്ക്ക് ഇട്ട് കൊടുത്താൽ ഈ ഉമ്മ കൊടുക്കുക എന്ന് പറയുന്ന മെയിൻ പരിപാടി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അടുത്ത കടമ്പ സിന്ദൂരം തൊട്ടെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെങ്ങനെ തൊട്ടെടുക്കേണ്ടതെന്നൊക്കെ ഉള്ള കൈ എങ്ങനെ പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഏട്ടൻ തൊട്ടെടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി മെല്ലെ സ്ലോ മോയിലാണ് ഏട്ടൻ തൊട്ട് കൊടുക്കുന്നത്, ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ട്. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പരിപാടി ഫോട്ടോ എടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടി പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്, വെറുതെ ക്യാമറയ്ക്ക് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താലി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയിൻ അതിട്ട് കൊടുക്കുന്നുണ്ട് കഴുത്തിൽ. ജസ്റ്റ് ഇത് ഇങ്ങനത്തെ പൂച്ചെണ്ട് തമ്മിൽ മാറുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഇനി നമ്മളെല്ലാ കല്യാണത്തിനും കാണുന്ന പോലെ തന്നെ പ്രദക്ഷിണം വയ്ക്കുക ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈ പിടിച്ചിങ്ങനെ നടക്കുക, 3 വട്ടം നടക്കണമല്ലേ, ഇങ്ങനെ 3 വട്ടം നടക്കുക, അങ്ങനെ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹാരം കൂടി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായി താമരമുട്ടിൻ്റെ ഹാരമായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്തുകൊണ്ടിരിപ്പാണ്. പിന്നെ അതിനുശേഷം ഫോട്ടോ എടുക്കണ പരിപാടിയായിരുന്നു. ഞങ്ങളെല്ലാം ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ വേഗം വീട്ടിലേക്ക് എത്തുക എന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ചെക്കനെ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ മെല്ലെ വന്നത് കേട്ടോ. ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, വെറുതെ ലാഗാക്കണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ വളരെയധികം ഓണാണ്, ഞങ്ങൾ ഫുള്ള് ചിൽ മൂഡിലാണ്. ഞങ്ങൾ നല്ലോണം ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ പേര് ഉറങ്ങുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വളരെയധികം മെല്ലെ എത്തിയപ്പോൾ തോന്നി. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെയധികം ഫാസ്റ്റിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഫീലായി. 3 മണിക്കൂർ പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ തൊട്ട് പിന്നിൽ തന്നെ ചെക്കനും പെണ്ണും ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ അതിനുശേഷം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. താലത്തിനും നിലവിളക്ക് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അവരെത്തി. ഞാനും മനൊക്കെ വളരെയധികം ആകാംക്ഷയായിരുന്നു, ചേച്ചി എങ്ങനെ വരുന്നത്, ഏത് സാരിയിലാണ് വരിക എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനുശേഷം അവർ ഫോട്ടോ എടുത്തിട്ട് വരുന്നുണ്ട്. നിലവിളക്കും അരതിയും താലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇനി അവരെന്നെ സ്വീകരിക്കുകയാണ്. അതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടാട്ടോ നിലവിളക്ക് കൈമാറുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചെറുതായിട്ടൊരു മഴക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വെളിച്ചം കുറഞ്ഞും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ നല്ല മഴയൊന്നും ഇവിടെ പെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നിലവിളക്ക് കൊടുത്തതാ ചേച്ചിനെ കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറുതായിട്ട് സ്ലോമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതിൻ്റെയാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ മെല്ലെ ചേച്ചി വലുതുകാലെടുത്ത് കയറുന്നുണ്ട്. നമുക്ക് നോക്കാം. വിളക്ക് നേരെ ദൈവത്തിന് മുന്നിൽ കൊണ്ടുവയ്ക്കുക, പിന്നെ അവിടെ നിന്ന് തൊഴുക, അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാലും പഴവും കൊടുക്കുക എന്നുള്ള ചടങ്ങില്ലേ, അതിൻ്റെ ട്രെൻഡൊക്കെ മാറി ഇപ്പോൾ ഐസ്ക്രീം കൊടുക്കുക എന്നുള്ള ചടങ്ങായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഐസ്ക്രീമും കൊടുക്കാൻ വേണ്ടിയിട്ട് പെണ്ണിനും ചെക്കനും സ്റ്റേജിൽ കയറ്റിയിരുത്തി. പിന്നെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് മടിക്കാമെന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തു ഞങ്ങൾ. അങ്ങനെ ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇത് അച്ഛനും അമ്മയാണ് ഇപ്പോൾ കയറി കൊടുക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് പേര് പറ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ വീഡിയോ എടുത്തില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാനിതിൻ്റെ കൺക്ലൂഷൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. സത്യം പറയുക ഞാനത് വളരെയധികം ക്ഷീണിച്ചപ്പോൾ എനിക്കത് എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നില്ല, അതുണ്ടായത്. പിന്നെ ഇതെല്ലാം എൻ്റെ വല്യമ്മമാരും വലിച്ചനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള കുട്ടികൾക്കും ബായ്.